ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ ഞാനും നിവിക്കുട്ടനും എന്താ ഉറങ്ങി എണീച്ചേ ഉള്ളൂ. ഇപ്പോൾ സമയം 4 മണിയാവാറായി കേട്ടോ. അപ്പോൾ ഏട്ടവും വരും കൂടി ഓഫീസിൽ പോയിരിക്കുകയാണ്. അവർ 6 മണിയാവും വരാൻ. അപ്പോൾ ഞങ്ങൾ എണീച്ച പാടെ ഇനി നിവിക്കുട്ടന് നമ്മുടെ ഡേറ്റ്സ് മിൽക്ക് ഉണ്ടാക്കണം, അതുപോലെ എനിക്ക് കാപ്പി ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ആപ്പിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിവിക്കുട്ടന് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു ആപ്പിളും അതുപോലെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ജസ്റ്റ് ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പു ബേബി നല്ല കളിയിലാണ്. പുതിയ കുറേ ടോയ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഉക്കു എന്ത് ചെയ്യണ? ഉക്കു ബേബിയുടെ ടോയ്സ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഇനി കുറേ ടോയ്സ് ഉണ്ടല്ലോ ഇവിടെ ബാക്കിയൊക്കെ. അതെന്താ? ഇത് എന്താണ് ഹോർലിക്സ് കാറോ? അതെയോ? ഇനി ബാക്കി ടോയ്സ് ഒക്കെ എവിടെ? വേറെ കുറേ വണ്ടികളുണ്ടല്ലോ. അപ്പോൾ ഇത് അത് സിമെന്റ് മിക്സർ കാണിച്ചു കൊടുക്കും. എല്ലാം എന്താ അവിടെ ഈ ടേബിളിൽ സെറ്റ് റെഡിയാക്കി നിരത്തി വെച്ചിരിക്കുകയാണ്. ഓരോന്ന് കൊണ്ടുവന്നിട്ട് സെറ്റിൽ വയ്ക്കുകയാണ് അല്ലേ. ഇനി ഏതാ എടുക്കുന്നത്? അതെന്താ? അതേത് വണ്ടിയാ? സിമെന്റ് മിക്സറോ? അതല്ലല്ലോ, ഡംപ് ട്രക്കല്ലേ? അല്ല, അത് സിമെന്റ് മിക്സർ തന്നെയാണല്ലേ. ഓക്കെ. അപ്പോൾ നിവിക്കുട്ടൻ ഇവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി കിച്ചണിൽ പോയിട്ട് നിവിക്കുട്ടന് ഡേറ്റ്സ് മിൽക്ക് അല്ലേ വേണ്ടേ? അല്ലേ നിവിക്കുട്ടന് ഡേറ്റ്സ് മിൽക്ക് അല്ലേ? ആണോ അല്ലേ? പറയൂ. ഒക്കെ പറയൂ. ഓക്കെ, അമ്മ ഉണ്ടാക്കി കൊണ്ടുവരാം കേട്ടോ. ഒതുങ്ങി ഇരുന്ന് കഴിച്ചോളൂ. അങ്ങനെ എനിക്കുള്ള കാപ്പി അതുപോലെ നിവിക്കുട്ടൻ്റെ ഡേറ്റ്സ് മിൽക്ക് ഇവിടെ റെഡിയായി. നിവിക്കുട്ടന് ഈ ഒരു ഡേറ്റ്സ് മിൽക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. വെറും പാലും അതുപോലെ ഹോർലിക്സ് ഒക്കെ കൊടുക്കുന്നതിന് പകരം ഹോർലിക്സ്, ബൂസ്റ്റ്, കാപ്പി, ചായ അങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏലക്കായ ഇട്ടിട്ടായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഫ്ലേവർ, നമ്മുടെ ആ ഒരു കുൾഫിയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അവന് ചൂട് ഒട്ടും പറ്റില്ല. അപ്പം ഞാൻ നന്നായിട്ട് ചൂട് ആറിച്ചിട്ടാണ് കൊടുക്കുക. ചൂടുണ്ടെങ്കിൽ ഗ്ലാസും കൂടിയും പിടിക്കില്ല. അപ്പോൾ ഇതാ ആപ്പിൾ മുറിച്ചതിന് ഞാൻ നമ്മുടെ സീഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇത്ര ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ തിക്കാവാനും പാടില്ല, തിക്നെസ് കുറയാനും പാടില്ല. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ആപ്പിൾ മുറിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ബാറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഗോതമ്പ് പൊടി. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് പൊടി. ഇനി നെക്സ്റ്റ് വേണ്ടത് ഞങ്ങളുടെ മധുരത്തിനായിട്ട് ശർക്കര പൊടിച്ചതാണ്. പനം ശർക്കര പൊടിച്ചതുണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ ഈ ഒരു ബാറ്ററിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാലും ബാക്കി
വെള്ളം. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ലേ, അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാൻ പശുവും പാല് ചേർത്തില്ലേ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്കും യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും നല്ലത് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം നെയ്യിലാണ്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സ്നാക്ക് നമുക്ക് ചൂടാറിയിട്ട് നീക്കൂട്ടന് കൊടുക്കാം. അപ്പം നല്ല ചൂടുണ്ട്, വായ കൊള്ളും. അപ്പോൾ അവൻ നല്ല കളിയിലാണ് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇതൊക്കെ നല്ല കോലാക്കിയിട്ടുണ്ട്, പേപ്പറൊക്കെ ചീന്തിയിട്ട് അല്ലേ. കുറച്ച് അരിമണി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവന് JCB കൊണ്ട് മാന്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം വെള്ളമാണ് ചോദിച്ചത്, അപ്പോൾ ഞാൻ വേഗം അരിമണി എടുത്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇതാ അതിൻ്റെ ഓരോ വണ്ടിയിലും നിറയ്ക്കുകയാണ്. ഡംബർ ട്രക്കല്ലേ ബേബി അത്? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് കളിച്ചോളൂ അല്ലേ. എവിടെ കാണിക്കും, കളിച്ചോളൂ. അപ്പോൾ അതെല്ലാം ഇനി അവസാനം ഒന്ന് ക്ലീൻ ആക്കണം. സോഫയിൽ നിറയെ പേപ്പറും അതുപോലെ അതിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെയാണ്. ഈ ഒരു കളിപ്പാട്ടങ്ങളുടെ എത്ര ദിവസം കളി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ വണ്ടികളായതുകൊണ്ട് ഇങ്ങനെ ഒരു ബോറടി തോന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നീക്കിട്ട് എന്താ നമ്മുടെ സ്നാക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അല്ലേ. ആ ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം. കഴിച്ചോളൂ, കുത്തി എടുക്കൂ. പോണ്ട, എങ്ങനെയുണ്ട് എന്നാ കഴിക്കും. നീക്കുട്ടന് നമ്മുടെ ഈ സ്നാക്ക് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു അല്ലേ. നന്നല്ല നീക്കുട്ട, നന്നല്ല. എന്താ ടേസ്റ്റ് ഇല്ലാത്തത്? നമ്മുടെ ഏട്ടവും വരും ഓഫീസിൽ നിന്ന് വരുന്നുണ്ട്. കാർ ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഏട്ടും വരും ഓഫീസിൽ നിന്ന് വന്നപ്പോൾ നീക്കുട്ടൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഇത്ര സമയം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കളിക്കാൻ രണ്ടുപേരും കൂടി ആയില്ലോ. പിന്നെ ഏട്ടുവിന് ചായ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നു, നീക്കുട്ടൻ്റെ കൂടെ കളിച്ചു. അപ്പോൾ അവർ വന്നപ്പോൾ നീക്കുട്ടൻ പുതിയത് കിട്ടിയ വണ്ടികളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടു എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പാത്രം കഴുകുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സന്ധ്യ മയങ്ങിയിട്ടുണ്ട്, നമ്മുടെ വിളക്ക് വയ്ക്കാറായി. അപ്പോൾ ഞാൻ എന്താ വിളക്ക് വെക്കാൻ കേട്ടോ, മേല് കഴുകി വന്നു, എന്നിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹോം ടൂറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു ചെറിയ സ്പേസിലാണ്, ചെറിയ കബോർഡിലാണ് നമ്മുടെ പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 6 മണി 6:30 ആകുമ്പോഴാണ് വിളക്ക് വയ്ക്കാറ്. വിളക്ക് വെച്ചതിന് ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. ഏട്ടും നിവിക്കുട്ടനും നേരത്തെ തന്നെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിവിക്കുട്ടൻ ക്യാമറ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇന്നും നമുക്ക് നമ്മുടെ ഡിന്നർ ഫ്രൂട്ട്സാണ്. അപ്പോൾ നമ്മുടെ വാട്ടർമെലനും അതുപോലെ ആപ്പിളുമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും
നമ്മുടെ ഡിന്നർ കഴിച്ചു. അതുപോലെ നിവിക്കുട്ടനെ മേല് കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവന് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നിവിക്കുട്ടൻ്റെ ഭക്ഷണവും ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ മോറി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതുപോലെ നാളേക്ക് നമ്മുടെ കുമ്പളങ്ങ പരിപ്പ് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞ് വെക്കുകയാണ്. അതുപോലെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഊത്തപ്പമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ തന്നെ തലേദിവസം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ പണികളൊക്കെ എളുപ്പമാണ്. കാരണം നിവിക്കുട്ടൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വെള്ളം പാർന്ന് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കിച്ചണത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി സ്റ്റൗ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല, അങ്ങനെ കൂടുതൽ അഴുക്കൊന്നും ആവാറില്ല. എപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വീണാൽ തന്നെ അപ്പോൾ തുടച്ചു മാറ്റുകയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാ സിങ്കും ഒക്കെ ഒന്ന് കഴുകിയിടും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:08 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വിരിച്ച് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കും. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ഈവനിങ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, വീഡിയോ ടോപ്പിക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓരോരോ വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സി യു.